സമ്പത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുന്ന വളരെ വലിയ ഒരു പ്രപഞ്ച രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയാലോ? വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. പണക്കാരനാകണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം, രാവും പകലും പൊരുതണം. എന്നാൽ നിങ്ങളുടെ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന, രാവും പകലും വിയർപ്പൊഴുക്കുന്ന മനുഷ്യർ എപ്പോഴും ദാരിദ്ര്യത്തിലാണ്. എന്നാൽ രാവിലെ 10 മണിക്ക് ഉണർന്ന് ഗോൾഫ് കളിച്ച് വിശ്രമിക്കുന്ന ആളുകൾ കൂടുതൽ സമ്പന്നരായിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് ഇതിലെ അത്ഭുതം? വാസ്തവത്തിൽ ഇത് ഒരു അത്ഭുതമല്ല. ഇത് വളരെ ലളിതമായ ഒരു പ്രപഞ്ച നിയമമാണ്. ഇവിടെ ഒരിക്കൽ നമ്മൾ പഠിച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് വിശ്വസിക്കുവാൻ സാധിക്കുമോ? സത്യത്തിൽ പണത്തിന് പിന്നാലെ ഓടുന്നത് നിർത്തുമ്പോൾ പണം നിങ്ങളെ തേടിയെത്തും. അതായത് നിങ്ങൾ വല്ലാതെ പ്രയത്നിക്കുമ്പോൾ, പണത്തിന് പിന്നാലെ ഓടുമ്പോൾ വാസ്തവത്തിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ഭയം, ഉത്കണ്ഠ, പിരിമുറുക്കം, അല്ലേ? ഇന്ന് എനിക്ക് പണം കിട്ടിയില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും എന്ന ചിന്ത. ഈ ഭയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ നിങ്ങളുടെ ഭയം നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് ആകർഷിക്കും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ പണത്തെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയമാണ് ഉള്ളത്. ഓർക്കുക, നിങ്ങൾ എന്താഗ്രഹിക്കുന്നു എന്നതല്ല പ്രപഞ്ചം നൽകുന്നത്. മറിച്ച് നിങ്ങൾ എന്താണോ അതാണ് പ്രപഞ്ചം നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. ആകർഷണം സൃഷ്ടിക്കുന്നത് ആഗ്രഹങ്ങൾ മാത്രമല്ല, ഒപ്പം നിങ്ങളുടെ ഉള്ളിലെ ശൂന്യതയും കൂടിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. വിരിയാൻ വേണ്ടി ഒരു പൂവ് അധ്വാനിക്കുന്നുണ്ടോ? ഒഴുകാൻ വേണ്ടി നദി പ്രയത്നിക്കുന്നുണ്ടോ? തിളങ്ങാൻ വേണ്ടി സൂര്യൻ കഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. പ്രകൃതിയിൽ എല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നു. ലാവോ ട്സു ഇതിനെ വു വെയ് എന്ന് വിളിച്ചു. ഇതിനർത്ഥം ഒന്നും ചെയ്യാതെ ചെയ്യുക എന്നാണ്. മടിയനാവുക എന്നല്ല ഇതിനർത്ഥം. മറിച്ച് നിങ്ങളുടെ കർമ്മങ്ങളെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക എന്നതാണ്. വിത്ത് പാകിയ ശേഷം ദിവസവും മണ്ണ് മാന്തി നോക്കിയാൽ ആ ചെടി വളരില്ല. വിത്ത് വിതയ്ക്കുക, നനയ്ക്കുക, പിന്നെ പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾ ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ഊർജം ചിതറിപ്പോകുന്നില്ല, അത് കേന്ദ്രീകരിക്കപ്പെടുന്നു. ആ കേന്ദ്രീകരിക്കപ്പെട്ട ഊർജം അതിശക്തമായ ഒരു കാന്തമായി മാറി നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. സ്ഥിരമായി ധ്യാനിക്കുന്നവർക്ക് പെട്ടെന്ന് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ ജോലികൾ, പുതിയ അവസരങ്ങൾ അവർക്ക് സ്വാഭാവികമായി ലഭിക്കുന്നു. ഇത് ഒരിക്കലും ഒരു ഇന്ദ്രജാലമല്ല, മറിച്ച് സയൻസാണ്. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ, ശൂന്യമാകുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വേവുകൾ മാറുന്നു. നിങ്ങളുടെ ചിന്താതരംഗങ്ങളിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉണരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ബോധമനസ്സ് ആഗ്രഹിക്കുന്നതൊന്നും നടന്നില്ല എന്ന് വന്നേക്കാം. എന്നാൽ ഉപബോധ മനസ്സ് ആഗ്രഹിക്കുന്നത് തീർച്ചയായും നടക്കും. അത് സംഭവിക്കും, സംഭവിച്ചിരിക്കും. ബുദ്ധന് ബോധോദയമുണ്ടായതും ഐൻസ്റ്റീന് മികച്ച ആശയങ്ങൾ ലഭിച്ചതും അവർ ശാന്തമായിരുന്നപ്പോഴാണ്.
അതായത് ശാന്തതയിലാണ് യഥാർത്ഥ ബുദ്ധി ഒളിഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം സംഭവിപ്പിക്കാൻ വളരെ മഹത്തായ ഒരു വഴിയുണ്ട്. ദിവസവും രാവിലെ 30 മിനിറ്റ്, വെറും 30 മിനിറ്റ് മാത്രം നിങ്ങൾക്കായി മാറ്റിവെക്കുക. ആ സമയത്ത് ഫോൺ വേണ്ട, മറ്റ് സംഭാഷണങ്ങൾ വേണ്ട. വെറുതെ കണ്ണുകളടച്ച് ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ ശ്വാസത്തെ മാത്രം നിരീക്ഷിക്കുക. തുടക്കത്തിൽ മനസ്സ് നിങ്ങളോട് പറയും, എഴുന്നേറ്റ് പോയി എന്തെങ്കിലും ചെയ്യൂ, സമയം കളയാതെ പണം സമ്പാദിക്കൂ എന്ന്. അതിനെ പൂർണ്ണമായും അവഗണിക്കുക. സാവധാനം ചിന്തകൾ കുറയും. നിങ്ങളുടെ ഉള്ളിൽ വലിയ ഒരു ശൂന്യത നിറയും. ആ ശൂന്യതയിൽ എനിക്ക് ഒന്നിൻ്റെയും കുറവില്ലെന്ന ഒരു പൂർണ്ണത നിങ്ങൾക്ക് അനുഭവപ്പെടും. ആ പൂർണ്ണതയുടെ ഊർജം ഒരു ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കും. 30 ദിവസം ഇത്രമാത്രം ചെയ്യൂ. പണം ലഭിക്കണം എന്ന ആഗ്രഹത്തോടെയല്ല, മറിച്ച് ശൂന്യമാകാൻ വേണ്ടി മാത്രം ഇത് ചെയ്യുക. അത്ഭുതങ്ങൾ നിങ്ങളുടെ വാതിൽക്കൽ വന്ന് മുട്ടും. പ്രകൃതിയിലേക്ക് നോക്കൂ, പക്ഷികളെ നോക്കൂ, വൃക്ഷങ്ങളെ നോക്കൂ. അവ ഒന്നിനും വേണ്ടി ആകുലപ്പെടുന്നില്ല. കാരണം പ്രപഞ്ചം അവരെ സംരക്ഷിക്കുമെന്ന് വളരെ വ്യക്തമായി അവർക്കറിയാം. മനുഷ്യന് മാത്രം ഈ പ്രപഞ്ചത്തിൽ വിശ്വാസമില്ല. എനിക്ക് എല്ലാം സ്വയം ചെയ്യണം എന്ന അഹംഭാവമാണ് പലപ്പോഴും അവനെ പരാജയപ്പെടുത്തുന്നത്. സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ നെട്ടോട്ടം ഒന്ന് നിർത്തൂ. ജീവിതം അരക്ഷിതമാണ്. അതാണ് അതിൻ്റെ ഭംഗിയും. അതുപോലെ സ്വീകരിക്കുവാൻ പഠിക്കുക. ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും നൽകുമ്പോൾ, പ്രപഞ്ചം നിങ്ങൾക്ക് ഒരു അവസരം നൽകുമ്പോൾ, അതിൽ അല്പം പോലും സംശയിക്കാതെ നന്ദി പറഞ്ഞ് അത് സ്വീകരിക്കൂ. സമൃദ്ധി എന്നത് വെറും പണം മാത്രമല്ല. സമൃദ്ധി എന്നാൽ ഊർജത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അനുസ്യൂതമായ ഒഴുക്കാണ്. എനിക്കുള്ളത് എനിക്ക് മതി എന്ന തൃപ്തിയാണ് യഥാർത്ഥ സമ്പത്ത്. ഉള്ളിൽ തൃപ്തനാവുക. ശൂന്യതയെ പ്രണയിക്കുക. പ്രപഞ്ചത്തോട് പറയുക, ഞാൻ നിന്റെ സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണവും സമ്പത്തും സമൃദ്ധിയും ഒഴുകിയെത്തുന്നത് നിങ്ങൾക്ക് കാണാം. അധികമാരും പഠിപ്പിക്കാത്ത ആ വലിയ രഹസ്യം ഇതാണ്. ശാന്തമായിരിക്കാൻ പഠിക്കൂ. എല്ലാം നിങ്ങളെ തേടിയെത്തും.